4378 നഗരങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊരു നഗരം മാത്രമാണ് ചണ്ഡീഗഡ്. എല്ലാ നഗരങ്ങൾക്കും പ്രാധാന്യമുണ്ട്, ചണ്ഡീഗഡിനും നമ്മുടെ ചരിത്രത്തിലും സാംസ്കാരിക ചരിത്രത്തിലും ഒക്കെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ മേയർ പദവിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തരംതാണ ആക്ഷേപകരമായ ഒരു പ്രവൃത്തിയിലേക്ക് ഒരു ഭരണാധികാരി എത്തുന്നു. അത് രാജ്യം ഭരിക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി നിയോഗിച്ച ഒരാൾ ഇത്തരത്തിൽ ചെയ്യുന്നു എന്ന് വരുന്നത്, മനോജ് എന്തു പറയണം നമ്മൾ ഇതിനെപ്പറ്റി? ഇതിൽ കഴിഞ്ഞ 2004 വാജ്പേയിയുടെ ആദ്യ മന്ത്രിസഭ രൂപീകൃതമായതിനു ശേഷം BJP പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചെടുക്കുക, അതല്ലെങ്കിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക, ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങുക, ആ തരത്തിലുള്ളൊരു ഓപ്പറേഷൻ തുടങ്ങി വെച്ചു. അത് പൂർവാധികം ശക്തി പ്രാപിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 ശേഷമാണ്. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കണ്ടു. ഗോവ, കർണാടക, മഹാരാഷ്ട്ര, ഏറ്റവും ഒടുവിൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡിൽ MLA-മാരെ ബീഹാറിലേക്ക്, ഹൈദരാബാദ് റിസോർട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. പേടിയാണ് പ്രതിപക്ഷത്തിന്. MLA-മാരെ എന്ത് വില കൊടുത്തും BJP കൈക്കലാക്കും. കർണാടക തെരഞ്ഞെടുപ്പിൽ യെദ്യൂരപ്പയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വന്ന അവസരത്തിൽ 25 കോടി രൂപയായിരുന്നു ഒരു MLA-ക്ക് അവിടുത്തെ ഖനി മുതലാളിമാരിട്ട വില. ഒന്നോർക്ക് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന പൈസയാണ് 25 കോടി രൂപ. ആരായാലും വീണു പോകും. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയും എതിരാളികളെ നിഷ്പ്രഭരാക്കി അധികാരം കവർന്നെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഒരു ലൈൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടത്. ആ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും കോടികൾ വില പറഞ്ഞിട്ടും വീഴാത്തവരുടെ 8 പേരുടെ വോട്ട്, ആ വോട്ട്, അങ്ങനെ ഒരു വോട്ട് വന്നാൽ ഞങ്ങളത് വെട്ടി അസാധുവാക്കും എന്ന സന്ദേശമാണ് ജനാധിപത്യ ഇന്ത്യക്ക് മേലെ ഒരു വെല്ലുവിളി പോലെ, ആക്ഷേപം പോലെ അതിൻ്റെ മുഖത്തേക്ക് ഈ രാഷ്ട്രീയ കാപാലികന്മാർ വലിച്ചെറിയുന്നത് എന്ന് പറയേണ്ടി വരും.